ഹായ്. അപ്പോൾ ഇന്നൊരു ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ മക്കൾ പറഞ്ഞ വൈകുന്നേരമായപ്പോൾ അമ്മ നമുക്ക് ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കിയാലും കേട്ടോ. അപ്പം ഞങ്ങളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് ഇത് കഴിച്ചിട്ടുണ്ട്. പിന്നെ തട്ടുകടയിൽ നിന്നൊക്കെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടോ. ഇപ്പോൾ നമ്മൾ കടല വേവിക്കാൻ വെച്ചപ്പോഴേക്കും തന്നെ അതിലേക്കുള്ള സവാളയും കൂടെ അരിഞ്ഞു വെക്കട്ടെ. ചെറുതാക്കിയാണ് അരിയുന്നത്. ഇപ്പോൾ നമ്മളെ കടല അതുപോലെ അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു കടല വെന്തോ നോക്കിയതാട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് അതേ കറിവേപ്പിലയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇനി അരിഞ്ഞ് വെച്ച് സവാളയും കൂടെ ഇട്ട് കൊടുക്കണം. സവാള അധികം നല്ലപോലെ ഒന്നും വാട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ അധികം വാടിയിട്ടുണ്ടെങ്കിൽ അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കടലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു 3 മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മുട്ടയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാൻ പച്ചമുളക് കൂടെ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെയാണോ ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മസാലയ്ക്കൊക്കെ മാറ്റം ഉണ്ട് നിൽക്കണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.